ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളൊരു വീൽ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം അതിലൊരു പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ തിയറിയോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് ഇന്നത്തേത്. വീൽ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യാറുള്ളത്, ഒന്ന്, വി സ്റ്റാർട്ട് ദ സ്ട്രാറ്റജി ആസ് ക്യാഷ് റിക്കോർഡ് പുട്ടായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോക്കിൻ്റെ വില താഴേക്ക് വന്നാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങും. സ്ട്രൈക്ക് പ്രൈസിന് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് താഴേക്ക് പോയാൽ അവിടെ അത് സ്റ്റോക്ക് വാങ്ങും. അതിനുശേഷം കവേർഡ് കോൾ ചെയ്യും എന്നാണ്. നമ്മൾ റിലയൻസിലാണ് ഇത് ചെയ്തത്. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. പുട്ട് ഓപ്ഷൻ ആയിരുന്നു നമ്മൾ വിറ്റത്. പുട്ട് ഓപ്ഷൻ വിറ്റത് ജനുവരി 8 1280 പുട്ട് 30 ജനുവരി എക്സ്പയറി ഉള്ളതാണ് വിറ്റത്. 28.15 വിറ്റു. നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടി 14,075 കിട്ടി. ഇന്ന് മാർക്കറ്റിൽ എത്ര വിലയുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് സ്ക്വയർ ഓഫ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ ഈ എക്സ്പയറിക്ക് വളരെയധികം ദിവസങ്ങളില്ല. ഇന്ന് 17 അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ എക്സ്പയറി വീക്കാവും. സോ നമുക്കിത് ക്ലിയർ ചെയ്യാം. റിലയൻസിന്റെ ഇന്നത്തെ വില 1300 ആണ്. ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻ ചെയിൻ, ജനുവരി എക്സ്പയറി ആയിട്ടുള്ള ഓപ്ഷൻസ് 1280 പുട്ട്, 1280 പുട്ട്. ഇന്ന് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്താൽ 9.3 ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നു. ഷോർട്ട് ചെയ്തത് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ഓർഡർ ആണ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പേ 9.3. 9.3 ആണ് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തു. സോ 9.3 നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 9425 റുപ്പീസ് ആണ്. 9425 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഞാനത് ഇവിടെ എഴുതി വെച്ചു. നമ്മൾ ആ പൊസിഷൻ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 0 പൊസിഷനാണ് ഉള്ളത്. ഒരു ക്യാഷ് റിക്വയർഡ് പുട്ട് വിറ്റും അത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. കാരണം സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയ സ്റ്റോക്ക് നമ്മളുടെ വീൽ സ്ട്രാറ്റജിയിൽ സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ വാങ്ങാറുള്ളത്. മുകളിലേക്ക് പോയാൽ വാങ്ങില്ല. സോ നമ്മളുടെ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് ഇതിൽ പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് ക്യാപിറ്റൽ വേണ്ടി വന്നത് 3,20,000 രൂപയാണ്. ഓക്കെ, 3,20,000 രൂപ. അപ്പോൾ നമുക്കൊരു 35% കിട്ടിയതായിട്ട് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് 9425 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു മാസം പോലും എടുത്തിട്ടില്ല. അടുത്ത ഒരു പൊസിഷൻ നമുക്ക് എടുക്കാം. അടുത്ത പൊസിഷൻ ഫെബ്രുവരി മാസത്തെ പുട്ടാണ് വിൽക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. 1300 റിലയൻസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇതാണ് ചാർട്ട്. 1 മന്ത് ചാർട്ട് ഇങ്ങനെയാണ് പോയത്. നമ്മൾ പൊസിഷൻ എടുത്തതിന് ശേഷം പൊസിഷൻ എടുത്തത് ജനുവരി 8 ആയിരുന്നു. 8 പൊസിഷൻ എടുത്തു. ഏതാണ്ട് ഇവിടെ 1265 നിൽക്കുമ്പോഴാണ് പൊസിഷൻ എടുത്തത്. സ്റ്റോക്ക് നമ്മൾ കരുതിയത് കൂട്ട് ചെറുതായിട്ട് മുകളിലേക്കാണ് പോയത്. ഇപ്പോൾ 1300 നിൽക്കുന്നുണ്ട്. നമ്മുടെ പുട്ട് പ്രോഫിറ്റബിളായി. ഷോർട്ട് പുട്ട് നമ്മളത് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ് ഇപ്പോൾ 1300 നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബജറ്റാണ് വരാൻ പോകുന്നത്. സ്റ്റോക്കുകളൊക്കെ എങ്ങോട്ട് പോകുന്നു നമുക്ക് മുൻകൂർ പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയത്തില്ല അത്. എനിവേ, ഇത് കണ്ടിട്ട് പതുക്കെ മുകളിലേക്കൊക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും താഴേക്ക് വന്നാൽ വാങ്ങുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. താഴേക്ക് വന്നില്ലെങ്കിൽ പുട്ടിന്റെ പ്രോഫിറ്റ് കൈവെക്കുക. ഇതാണ് സ്ട്രാറ്റജി. സിമ്പിൾ സ്ട്രാറ്റജിയാണ്. 1300 പുട്ട് വിൽക്കണം ഫെബ്രുവരിയിലേത്. 1300 പുട്ട് വിൽക്കാൻ കാരണം അതാണ് നിയർ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി എന്ന് പറയുന്നത്. അതിന് മുകളിൽ സ്റ്റോക്ക് നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി അഥവാ താഴോട്ട് വന്നാൽ നമ്മൾ 1300 വാങ്ങാൻ നമ്മൾ വില്ലിംഗ് ആണ്. കാരണം റിലയൻസ് ആയതുകൊണ്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് വാങ്ങാൻ റെഡിയാണ്. അതുകൊണ്ട്
സോ 1300 പുട്ട് വിൽക്കുമ്പോൾ, ഫെബ്രുവരിയിലെ പുട്ട് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് 31.3 ആണ്. $1300 ഫെബ്രുവരി. പ്രീമിയം കിട്ടുന്നത് 31.3. മാർക്കറ്റ് റേറ്റ് 1300 തന്നെയാണ് സ്റ്റോക്കിന്റെ. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഓഫ് ഡേറ്റ് നമുക്ക് ഏകദേശം ഒരു ഫെബ്രുവരി മാസം 20-ാം തീയതിയോടുകൂടി സ്ക്വയർ ഓഫ് ചെയ്യുന്ന രീതിയിൽ നിൽക്കാം. റേറ്റ് നമുക്കറിയില്ല, മാർക്കറ്റ് നമ്മളോട് പറയും, ആ ഡേറ്റിൽ പറയും റേറ്റ് എത്രയാണ്. സോ പ്രീമിയം റീറ്റൈൻഡ് ഇത് കഴിഞ്ഞ മാസത്തെയാണ്. സോ നമ്മൾ ഒരു ട്രേഡ് ആദ്യത്തേത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തു, രണ്ടാമത്തെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. റിലയൻസ് ഓപ്ഷൻസ് സെൽ 1300 put February. Acquisition. $31.3. ഇതാണ് നമ്മൾ ഓഫ് സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രോഫിറ്റബിലിറ്റി ചാർട്ട്. 1,28,000 ഇവർ പറയുന്ന ക്യാപിറ്റൽ. പക്ഷെ നമ്മൾ വെക്കേണ്ട ക്യാപിറ്റൽ 3,25,000 സംതിങ് ആണ്. കാരണം മൊത്തം വാല്യൂവിന്റെ പകുതിയെങ്കിലും നമ്മൾ വെക്കണം. ബജറ്റ് വരുന്നുണ്ട്, എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ കുറച്ച് പൈസ കൈ വെച്ചിരിക്കണം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയും ക്യാപിറ്റൽ മതിയാവും. മാക്സിമം പ്രോഫിറ്റ് 15,650 രൂപയാണ്. അത് 31 രൂപ 30 പൈസ വെച്ച് 500 സ്റ്റോക്കിന്റെ വിലയാണ്, പ്രീമിയമാണ്. ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭമാണ്, താഴേക്ക് പോയാൽ 1279 താഴേക്ക് പോകും തോറും നമുക്ക് നഷ്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ തന്നെ സ്റ്റോക്ക് നിന്നാൽ നമുക്ക് ലാഭം തന്നെയാണ്. ഈ ട്രേഡ് വിൻ ചെയ്താൽ നമുക്ക് പുട്ട് പുട്ട് ഓപ്ഷൻ എക്സ്പയർ ആകുമ്പോഴേക്കും 0 പോയാൽ നമുക്ക് 15,650 രൂപ കിട്ടും. അതിനു മുമ്പ് നമ്മൾ ക്ലോസ് ചെയ്യും. അഥവാ സ്റ്റോക്കിന്റെ വില താഴേക്ക് വന്നാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങും. ഇതാണ് നമ്മുടെ വീൽ സ്ട്രാറ്റജി. Okay friends, hope you enjoyed it. Thank you for watching. Please like, share, comment and subscribe. Happy investing.